രീതിയിൽ ഒരു സൂപ്പർ ഗ്ലോ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഇത് എപ്പോഴൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ സ്കിൻ ഗ്ലോ ആവാനായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പാക്കാണ്. ഇത് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വളരെ എഫക്റ്റീവായ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്കിന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് ഡള്ളായിരിക്കുകയാണെന്നുണ്ടെങ്കിലും വെയിലൊക്കെ കൊണ്ടിട്ട് നല്ല രീതിയിൽ സൺ ടാൻ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് നമ്മൾക്ക് വിൻ്ററിലാണെങ്കിൽ പോലും ഡ്രൈ സ്കിൻ ആണെങ്കിൽ പോലും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം. കാര്യം ഇത് നന്നായിട്ട് സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഡാമേജ് ആയിട്ടുള്ള സെൽസൊക്കെ ഉണ്ടല്ലോ അതിനെ റെജുവിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഒരു സൂപ്പർ ഗ്ലോ കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്ന പാക്കാണ്. ഈ ഒരു ഫേസ് പാക്കിൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ നല്ല ടയേർഡായിട്ട് ഡള്ളായിട്ടിരിക്കുന്ന സ്കിന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇത് എപ്പോഴൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടാവുന്നത്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോഴാണെന്നുള്ളതും നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് കൊടുക്കുന്നത് 1 സ്പൂൺ ചന്ദനത്തിൻ്റെ പൊടിയാണ്. കണ്ടോ, ഈ ഒരു ചന്ദനത്തിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. കാര്യം നല്ല രീതിയിൽ സ്കിന്നിനെ റെജുവിനേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ ഒരു തണുപ്പ് തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ 1/2 സ്പൂൺ നമ്മൾ ചന്ദനത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. തൈര് നമുക്കൊരു 1/2 സ്പൂൺ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിനോടൊപ്പം നമുക്ക് തൈര് അല്ലെങ്കിൽ പാല് തന്നെ ചേർക്കണം. അതല്ല നമ്മൾ റോസ് വാട്ടറൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോവും. അതുപോലെ തന്നെ നമ്മളിതൊരു 10 മിനിറ്റ് പോലും നമുക്ക് ഫേസിലിട്ടിരിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് ഡ്രൈ ആയി പോവും. ഓവർ ഡ്രൈ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചറൈസേഷൻ കൂടി ഈ പാക്ക് വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള തൈര് അല്ലെങ്കിൽ പാല്, നല്ല കട്ടിയുള്ള പാൽപ്പാട, അങ്ങനത്തെ കൊഴുത്ത സാധനങ്ങളുണ്ടല്ലോ, റെജുവിനേറ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള സംഭവങ്ങൾ വേണം ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേനും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ഇതിലോട്ട് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഇതിലിപ്പോൾ മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് മാത്രം തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാൻ തൈരും സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ബെസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ റിജുവിനേറ്റ് ചെയ്യാനും സ്കിന്നിന് പെട്ടെന്നൊരു ഗ്ലോ, ഇൻസ്റ്റൻറ്റ് ഗ്ലോ കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മുടിയൊക്കെ ഒതുക്കി വെച്ചു. ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു തിൻ ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീരുന്ന ഒരു പാക്കാണ്. 1/2 മണിക്കൂറോ 20 മിനിറ്റോ 15 മിനിറ്റോ ഒന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നല്ല റിസൾട്ട് കിട്ടും. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. കാര്യം ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. ഡ്രൈ ആയ ഉടനെ തന്നെ നമുക്ക് ചെറുതായിട്ടൊരു മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുഴുവനും ഫേസിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഡ്രൈ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 5 മിനിറ്റും കൂടെ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഡ്രൈ ആവുകയാണെങ്കിൽ എപ്പോഴാണോ ഡ്രൈ ആവുന്നത് ചെറുതായിട്ട് വെള്ളം നനച്ച് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അങ്ങനെ ഇപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിലൊരു ഗ്ലോ ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ഫ്രഷ് ആയ മാതിരി, നല്ല രീതിയിലൊരു ഡീപ്പ് ക്ലീനിങ് ലഭിച്ച മാതിരി ഉണ്ട്. സോ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ്, ഡൾനെസ് എല്ലാം മാറ്റി ഒരു ഇൻസ്റ്റൻറ്റ് ഫ്രഷ്നെസ് ആൻഡ് ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാര്യം ചന്ദനം എന്ന് പറയുന്നത് തന്നെ തണുപ്പാണ്. പണ്ട് കാലം മുതലേ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒറിജിനൽ ചന്ദനം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നൈറ്റാണ് നമ്മളിത് മെയിനായിട്ടും യൂസ് ചെയ്യേണ്ടത്. അതും ആഴ്ചയിൽ 2 ദിവസമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും യൂസ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. നല്ല വ്യത്യാസം ഉണ്ടാവും. ഒരു പാർട്ടി ഫംഗ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേദിവസവും നിങ്ങൾക്ക് ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. തൈര് നമ്മൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മൾ രാവിലെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടാൻ പോകുന്നത് നമ്മൾ നൈറ്റ് കിടക്കുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ ഉണരുന്ന സമയത്ത് നല്ല രീതിയിൽ സ്കിന്ന് ഗ്ലോ ആവുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്കിൻ കെയർ ഒക്കെ കറക്റ്റായിട്ട് ഇതിനോടൊപ്പം ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു സ്കിൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അത്രയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. എന്തെങ്കിലും വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ.